മനസ്സിലാക്കി ആ വർക്കെല്ലാം മാറ്റി വെച്ചിട്ട് ആർസിമിനെ ഫുൾ ടൈം ആയിട്ട് വന്ന് മാറ്റി ആർസിമിലേക്ക് വന്നൊരു വ്യക്തിത്വമാണ് നമ്മളെല്ലാം പ്രിയപ്പെട്ട ഗ്രേറ്റ് റോയൽറ്റി അച്ചീവർ ആയിട്ടുള്ള പ്ലാറ്റിനം അച്ചീവർ മാളവിക മാഡം. നിങ്ങളെല്ലാവരും നല്ല കൈയോടുകൂടി മാളവിക മാഡത്തിനെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? എന്റെ പേര് മാളവിക. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. RCM എന്നൊരു വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപ്പിടിച്ചു കൊണ്ടുവന്ന് ഇന്ന് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടുള്ളത് എന്റെ ഗ്രേറ്റ് ലീഡർ ചാറമ്രാൻ സജീവ് കുമാർ സാർ കാരനാണ്. നല്ലൊരു കൈയടി ഫസ്റ്റ് ഹാൻഡ് ലീഡർക്ക് വേണ്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ലീഡേഴ്സും. RCM എന്നൊരു പ്രസ്ഥാനത്തിൽ നമ്മൾ അറിഞ്ഞു, മാർക്കറ്റിംഗ് പ്ലാൻ കണ്ടു, കമ്പനി പ്രൊഫൈൽ കണ്ടു. ഞാൻ BCom ആണ് പഠിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ BCom പഠിച്ചൊരു കാര്യം, ഒരു കമ്പനിയുടെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ RCM എന്ന പ്രസ്ഥാനത്തിനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു കമ്പനിയുടെ ലക്ഷ്യം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനുപരി ഒരുപാട് നല്ല നല്ല ലക്ഷ്യങ്ങൾ സമൂഹത്തിന് വേണ്ടി നൽകുന്ന ഒരു പ്രസ്ഥാനമാണെന്നുള്ള ഒരു കാര്യം ബോധ്യമായി. അപ്പൊ നമുക്ക് നോക്കിയാലോ RCMന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ RCM കൂടെ എന്തൊക്കെയാണ് നമുക്ക് TCG തരാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന്. സർ, ഒബ്ജക്റ്റീവ്സ് ഓഫ് RCM: ബിൽഡിംഗ് എ ന്യൂ നേഷൻ, അതായത് നവഭാരത നിർമ്മാണം, പുതിയൊരു ഇന്ത്യനെ കെട്ടിപ്പടുത്തുകൊണ്ട് നല്ലൊരു ജനതയെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു മുന്നേറ്റമാണ് നമ്മുടെ TCG ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിന് സഹായിക്കുന്ന കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. നെക്സ്റ്റ് ഏറ്റവും ആദ്യമാണ് ഹെൽത്ത് കെയർ, അല്ലെ? RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടിയ ആളുകൾ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത്രയും അധികം ആളുകൾ RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യം കിട്ടിയുള്ള ആളുകളാണ്. ഞാനും അതെ. ഏറ്റവും കൂടുതലാണ് RCMൽ വരുന്നതിന് മുമ്പ് ലൈഫ് ലോങ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ ആവേണ്ടതായിരുന്നു ഞാൻ. ഇന്ന് 8 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഒരു ഡോക്ടറെ കാണുന്നില്ല, ഒരു ഇംഗ്ലീഷ് മരുന്ന് ഞാൻ കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതിന് ഏറ്റവും വലിയൊരു കാരണം നമ്മുടെ ഈ ഒരു ഉൽപ്പന്നങ്ങളാണ്. നല്ലൊരു കയ്യടി നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാം. കാരണം ഇത്രയധികം, അതായത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഉൽപ്പന്നങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒത്തിരി ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി, അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണിത്. ശരിയല്ലേ? ഓരോ ഉൽപ്പന്നങ്ങളും ഇന്നത്തെ കാലത്ത് ആരോഗ്യം എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുക. പുറത്ത്, ഇവിടെ കേട്ടോ ഞാൻ പറഞ്ഞത്, പുറത്ത്. കാരണം ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങളിൽ മാഷിക് സാർ അത് വ്യക്തമായിട്ട് പറഞ്ഞു. 2006 52% ഇന്ന് 2025 ലാസ്റ്റായി നിൽക്കുമ്പോൾ എത്രയധികം ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കിട്ടി നമ്മൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കാം. അത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ. പണ്ട് കാലത്ത് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന ഒരു വാർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്, ഷുഗർ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്, കൊളസ്ട്രോൾ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. എന്തുകൊണ്ടാണ്? ആരോഗ്യം സംരക്ഷിക്കാനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പക്ഷെ അതിന് ഏറ്റവും വലിയൊരു ഉത്തരം ഉദാഹരണമാണ്, അതായത് ഒരു സൊല്യൂഷനാണ് നമ്മൾ RCM എന്ന പ്രസ്ഥാനം. കാരണം ഈ ഉൽപ്പന്നങ്ങൾ 100% നിങ്ങൾ നിരന്തരമായി ഒരു 6 മാസം ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഹെൽത്തിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റം ഉണ്ടാകും. അങ്ങനെ ഒരു മാറ്റം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. മാറ്റം കിട്ടിയ വ്യക്തികൾ മാത്രം ഒന്ന് കൈയടിക്കുക. ഓക്കെ, ഇത്രയും അധികമാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമാണ് സെൽഫ് ഡിപ്പെൻഡൻസി, സ്വയം പര്യാപ്തത. നമ്മൾക്ക് സ്വന്തം കാര്യം തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മളുടെ തന്നെ വരുമാനം കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. RCMൽ വന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരുപാട് അനുഭവിക്കുന്ന ലേഡീസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര്, ഒരു മാഡം ഉണ്ടായിരുന്നു, ആള് പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മകന് അവന് ബർത്ത്ഡേക്ക് ഒരു കേക്ക് മേടിച്ചു കൊടുക്കാൻ RCMൽ നിന്ന് വന്ന വരുമാനം കൊണ്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, സെൽഫ് ഡിപ്പെൻഡൻസി നമുക്ക് RCMലൂടെ കിട്ടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഒരു ബോസ് ഇല്ലാതെ നമ്മളുടെ സ്വന്തം നമ്മൾ ബോസായി മാറിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം. നല്ലൊരു കൈയടി നമുക്ക് ഈ ഒരു കമ്പനിയുടെ സെൽഫ് ഡിപ്പെൻഡൻസി ലക്ഷ്യത്തിന് വേണ്ടി കൊടുക്കാം. അടുത്തതാണ് വുമൺ എംപവർമെന്റ്. ഞാൻ പറഞ്ഞൊരു കാര്യം, സാറ് പറഞ്ഞൊരു കാര്യം, 80% വുമൺ ആണ്, അല്ലേ? ലേഡീസ് മാത്രം ഒരു കീ സോങ് കൈയടിച്ചേ.
സൂപ്പർ അല്ലെ? അത്രയധികം എന്താണ് നമ്മളെ ഉണർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം. പണ്ട് കാലത്ത് പറയും സ്ത്രീകൾ എന്താ ഒച്ചെടുത്ത് സംസാരിക്കാൻ പാടില്ല, കൂവാൻ പാടില്ല അല്ലെ? പക്ഷെ ഇന്ന് അവസരം പ്രോഗ്രാമിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും അല്ലെ? ഏറ്റവും എല്ലാവരും പല ആളുകളും വരുന്നത് തന്നെ കൂവി കഴിയാൻ വേണ്ടിയിട്ടാ. കാരണം അത്രയധികം നമ്മൾക്കൊരു ഫ്രീഡം, ഒരു സ്ത്രീക്ക് വേണ്ടത് ഫ്രീഡമാണ്. അത് ആരും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവർക്ക് സ്വന്തമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അത് സാമ്പത്തികമായിട്ടായിട്ടും അതായത് വരുമാനം കിട്ടുന്ന രീതിയിലായിട്ടും പല യാത്രകൾ ചെയ്യുമ്പോഴായാലും ഒരു വുമൺ എംപവർമെന്റ് RCM നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. RCM എന്ന് പറയുന്നത് കൂടുതലും ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതില് വുമൺ എംപവർമെന്റിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഗാന്ധിജി പറഞ്ഞൊരു കാര്യം, ഇത് സ്ത്രീകളാണ് ഈ ഒരു രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ എന്താണ് ഉപകാരപ്പെടുന്ന ആളുകൾ. ആ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കൂ, അവർക്ക് അവസരങ്ങൾ കൊടുക്കൂ എന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം. TCG അത് തന്നെയാണ് പറയുന്നത്. നല്ലൊരു കാര്യം നമ്മൾ TCGക്ക് വേണ്ടി കൊടുക്കുക. കാരണം ഇത്രയധികം സ്ത്രീകൾ ഇന്ന് വരുമാനത്തിൽ കൂടെ RCM കൂടെ വരുമാനം മേടിക്കുന്ന സ്ത്രീകൾ മാത്രം ഹാൻഡിൽ ചെയ്തേ. ഇത്രയും അധികം ആളുകൾ RCM കൂടെ വരുമാനം മേടിക്കുന്ന വീട്ടമ്മമാരടക്കം പല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളടക്കം നമ്മുടെ അടുത്തുണ്ട്. നമുക്കൊന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് ഇതിൽ പറയുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ അതിർത്തിയിൽ പട്ടാളക്കാരുണ്ട് ഇല്ലേ? പട്ടാളക്കാരെ നമുക്ക് എല്ലാവരും അറിയോ? ഇല്ല, അവർക്ക് നമ്മളെ അറിയില്ല. എന്നിട്ടും അവർ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി അതിർത്തിയിൽ കാവൽ കിടക്കാണ്. രാത്രി പോലും അവർക്കില്ലാത്ത രീതിയിൽ അവര് എപ്പോ യുദ്ധം വന്നാലും അതിനു വേണ്ടി അവർ സന്നദ്ധരായിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വേണ്ടി ഉപ്പ്, മല്ലി, മുളക്, സോപ്പ്, പേസ്റ്റ്, ആട്ട, തവണ ഇതൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒരു പേസ്റ്റ് മാറ്റിക്കൊണ്ട് തന്നെ നമ്മളുടെ രാജ്യത്തിന്റെ ഉന്നതിയിൽ പങ്കാളിയാവാനുള്ള ഒരു അവസരമാണ് ശ്രീ TC ചാബ്രാജി നമുക്ക് ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടി RCM എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും RCM പ്രദാനം ചെയ്യുന്ന എല്ലാ ഒരു അച്ചീവ്മെന്റുകളും എല്ലാ കാര്യങ്ങളും RCM കൂടെ കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും RCM നല്ലൊരു വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്താണ്. RCM ഗുഡ് RCM. താങ്ക് യു ഓൾ. ഇങ്ങനൊരു അവസരം നല്ല ലീഡേഴ്സിനും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു മാളവിക മാഡം. ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മാളവിക മാഡം അല്ലെ? റിയൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെ? തീർച്ചയായിട്ടും ഇതേ രീതിയിൽ എല്ലാ സ്ത്രീകളും കടന്നു വരിക അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. റെഡിയാണോ? സ്ത്രീകളെല്ലാം റെഡിയാണോ? യെസ്. യെസ് ഇല്ലല്ലോ? യെസ്. അങ്ങനെ പറയാൻ തയ്യാറാവുക. ഓക്കെ, തീർച്ചയായിട്ടും നല്ല മനോഹരമായിട്ട് തന്നെ ഒരു നമ്മളെ എയിമിനെ കുറിച്ച് മാളവിക മാഡം പറഞ്ഞു. പ്ലാറ്റിനം അച്ചീവർ മാളവിക മാഡത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൈഡി കൊടുക്കാൻ നമുക്ക്